കോറൽ പോളിപ്സ്. ചെറിയ അകശേരുക്കളായ ജീവികളാണിവർ. സമൂഹമായാണ് ജീവിക്കുക. പ്രധാനമായും അവനവനെ പ്രിഡേറ്റേഴ്സിൽ നിന്നും സംരക്ഷിക്കാൻ കട്ടിയുള്ള കാൽഷ്യം കാർബണേറ്റ് സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വെള്ളത്തിൽ നിന്ന് കാൽഷ്യം അയോൺസ് എടുത്ത് ഹൈഡ്രജൻ അയോൺസ് പുറത്തേക്ക് വിട്ടൊരു കടലിലെ രസതന്ത്രം. എന്തായാലും ഇത് കാലാന്തരെ കട്ടിയാവുകയും മറ്റു ജീവികൾക്ക് വളരാൻ സാധിക്കുന്ന ഇക്കോസിസ്റ്റമായി മാറുകയും ചെയ്യും. പവിഴപ്പുറ്റുകൾ എന്നതിന് പേര്. 60,000 മേലെ വർഷങ്ങളെടുത്താണ് ഇങ്ങനെയൊരു എക്കോസിസ്റ്റം സമൃദ്ധമായി വളർന്നു വികസിക്കുക. അക്കൂട്ടത്തിൽ പ്രധാനിയും ഭീമനുമാണ് ഓസ്ട്രേലിയയിലെ ദ ഗ്രേറ്റ് ബാരിയർ റീഫ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മാത്രമല്ല, പ്രകൃതിയുടെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും ഇതിനെ അംഗീകരിക്കപ്പെടുന്നു. സ്പേസിൽ നിന്ന് പോലും ഇത് കാണാമത്രേ, വലിപ്പം കൊണ്ടും നിറഭേദം കൊണ്ടും. അവസാനം വന്ന ഐസേജ് കഴിഞ്ഞ് മഞ്ഞുരുകിയപ്പോൾ ഈ ഭാഗത്തെ കര കടലിനടിയിലായി. താരതമ്യേന ആഴം കുറഞ്ഞ സ്ഥലത്ത് ഈ കുന്നിൻ്റെയൊക്കെ അടുത്തായി കോറൽ പോളിപ്സ് ധാരാളമായി സമ്പുഷ്ടമായി വളർന്നു. അവർക്ക് പറ്റിയ കാലാവസ്ഥയും ആഴവും ഒക്കെ ആയിരുന്നു. ഏകദേശം 9,000-ഓളം സ്പീഷീസുകളെ പിന്തുണച്ച് സമൃദ്ധമായി ഇന്നും ഇതിവിടെ നിലനിൽക്കുന്നു. കടലിന്റെ മഴക്കാടുകൾ എന്നാണ് പവിഴപ്പുറ്റുകളുടെ വിളിപ്പേര്. എന്തായാലും ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഭംഗി കൊണ്ട് മാത്രം തന്നെ ഈ സ്ക്യൂബ ഡൈവിങ്ങിനൊക്കെ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്.